അവരെല്ലാരെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാരെ ഖബറിലേക്കും നീ റഹ്മത്തിന്റെ മാലാഖമാർ ഇറക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖബർ മുതൽ മഹ്ശറ വരെ ഒരു വിഷമവും നീ തരില്ല അല്ലാഹ്. അല്ലാഹ്, ദർസിലെ മക്കൾക്ക് ദർസ് തുറന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചവര്, ദർസിലെ മക്കളെ സഹായിച്ചവര്, അല്ലാഹുവേ, ദർസിലെ മക്കൾക്ക് ഭക്ഷണം തരുന്നവര്, അവർക്കൊക്കെ നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണം അല്ലാഹ്. ദർസിലെ മക്കൾക്ക് ആരാണോ സഹായിക്കുന്നതെങ്കിൽ നമ്മളെ ദർസിലെ തങ്ങൾ കുട്ടികൾ തങ്ങന്മാരുണ്ട്, തങ്ങന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ വലിയ പ്രതിഫലമാണ്. നമ്മളെ ദർസിൽ യതീം മക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ദർസിൽ പാവങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. അല്ലാഹ്, ഒരുപാട് ഗ്രൂപ്പുകാര് എല്ലാ മാസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കില്ല റബ്ബേ, ദാരിദ്ര്യം കൊടുക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് ഖബറിലാണ്. സ്ഥലം വാങ്ങാ പൈസ തന്നവരുണ്ട്, അല്ലാഹ്, സ്ഥലം വാങ്ങാ പൈസ തന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് റബ്ബേ. സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. സഹായിച്ചവർക്ക് അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പോ ഒരുപാട് ആളുകൾ ദർസിലെ മക്കൾക്ക് ഭക്ഷണം തന്നു, യതീം മക്കളെ സഹായിച്ചു, പാവപ്പെട്ടവരെ സഹായിച്ചു. കുണ്ടോട്ടി ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ മാസം ഭക്ഷണം തന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മായ അല്ലാഹു കൊടുക്കട്ടെ, ഒരു നിഅമത്തായിട്ട്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങള് ദർസിലേക്ക്, നമ്മളെ കോളേജിലേക്ക് കുട്ടികളായിട്ട് നിങ്ങൾ വരുമ്പോ അവിടെ കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ദ്വാരക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് വരാം. മനസ്സിലായില്ലേ? ആ ദർസിലെ മക്കളെ കൂടെ ഇരുന്ന് ഇന്ന് നമ്മളെ മക്കൾക്ക് മന്തിയ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിട്ട് ചോദിച്ചു, എന്താ മക്കളെ? ഇപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു, ഉസ്താദ് ഒരു 2 ദിവസം ലീവ് കൊടുക്കും ഉസ്താദ്. കുട്ടികള് പറയാത്തവരെ പോണില്ല, കുട്ടികള് പോയാ സത്യമായിട്ടു വല്ലാഹി. ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞു, മക്കൾക്ക് 2 ദിവസം ലീവ് കൊടുക്കും, ഒരു പെരി പോയിട്ട് കുട്ടികള് പോണില്ല. അതെന്താ? ഇവിടുത്തെ ഭക്ഷണം പെരി കിട്ടണില്ല, ഇവിടുത്തെ ഭക്ഷണം വീട്ടിൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ എന്നോട് കുട്ടികൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ് വാങ്ങിത്തരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ നിങ്ങൾക്ക് വാങ്ങി തന്നില്ലേ, പിന്നെന്താ? നിങ്ങൾക്ക് മന്തി വേണമെന്നാ. മന്തി ആയിക്കോട്ടെ,